ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷം 2025 ഒരുപാട് പ്രതീക്ഷയോടുകൂടി മേടിച്ചിട്ട് പണി പാളിയ കുറച്ച് ദുരന്തം പ്രൊഡക്ട്സുകളുടെ വീഡിയോ ആണ് ഇന്നത്തെ. കുറച്ച് ലേറ്റായി ഞാൻ വരാം, എന്നാലും സാരമില്ല, കുറച്ചധികം സാധനങ്ങൾ കാണിക്കാനുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മിക്ക സാധനങ്ങൾ ഞാൻ സ്റ്റോറിൽ പോയി ടെസ്റ്റ് ചെയ്ത് മേടിച്ച് അവിടുത്തെ പിള്ളേർ സർട്ടിഫിക്കറ്റ് തന്നാണ്. ചേച്ചി മേടിച്ചു സൂപ്പറാണ്, അടിപൊളി ഓടി വാ വാ എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ പണി പാളിയെന്ന് അറിഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇന്നത്തെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്ട്സുകൾ മേടിച്ചിട്ട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് ദുഃഖത്തിൽ പങ്കുചേരാം. അപ്പോൾ ഒട്ടും നേരം വൈകണ്ട, വീഡിയോയിൽ കിടക്കാം. ഏറ്റവും നമ്പർ 1 ഉഡായിപ്പ് 2025 ദുരന്തം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ നിക്കോണി ഈ സാധനമാണ്. ഈ ടാൻ വാനിഷ് ഗ്ലൂട്ട കോജിക് സ്കിൻ പോളിഷ് ഹെൽപ്സ് റെഡ്യൂസ് ടാൻ ഇൻ 20 മിനിറ്റ്സ്, pH ബാലൻസ്ഡ്, കോജിക് ആസിഡ് ഉണ്ട്, ഗ്ലൂട്ട, ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. കൊണ്ട് നല്ല അടിപൊളി പാക്കേജ്, കണ്ടു കഴിഞ്ഞൊരു നല്ല ലുക്കൊക്കെ ഉള്ള സാധനമാണ്. പക്ഷേ ഈ സംഭവം എന്താണെന്നറിയോ, നമ്മളുടെ പണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഈ 50 രൂപ 150 രൂപ 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഫെം ബ്ലീച്ചിൻ്റെ ഒരു ചെറിയ ഒരു ഇത് കിട്ടും. ഈ സെയിം സാധനമാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡും ബ്ലീച്ചും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് സാധനം നമ്മുടെ കയ്യിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മുടിയൊക്കെ നല്ല ഗോൾഡൻ കളറാവും. അപ്പോൾ ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവും. ഈ സംഭവം റെഗുലറൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പൊളിഞ്ഞു പോകാൻ വേറെ എവിടെയും വേണ്ട. ഈ സാധനം എവിടെയും അവർ ബ്ലീച്ചാന്നും പറഞ്ഞിട്ടല്ല വിൽക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഫെം ബ്ലീച്ച് അവരത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരിതിൽ എവിടെയും ബ്ലീച്ച് ആണെന്നുള്ളത് കൊടുക്കുന്നില്ല. പക്ഷെ ഇതിൽ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും, ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് അറിയുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്പർ 1 ഉഡായിപ്പ് സാധനം. ഇതിൽ ഒരു ഇൻഫ്ലുവൻസർ, ഞാൻ ഒരുപാട് പേരുടെ റിവ്യൂസ് കണ്ടു, അതിൽ എവിടെയും ഇത് ബ്ലീച്ച് ആണെന്നുള്ളത് അവർ പറയുന്നില്ല. ഈ ഗ്ലൂട്ട കോജിക്ക് ഈ സാധനമായിട്ട് ഇത് ഒരു ബന്ധവുമില്ല. ഇത് പ്യോർ ബ്ലീച്ച് സാധനമാണ്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ സംഭവം കാണിച്ചു തരാം. ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഭാഗത്തെ മുടിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് ആ ഒരു ഭാഗം ഒന്നിങ്ങനെ തിളങ്ങും. അതാണ് സംഭവം. അപ്പോൾ ഇതാരെങ്കിലും നിങ്ങൾ ഫേസിലൊക്കെ ഇടാൻ പ്ലാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഉള്ള മുഖം വൃത്തികേടാക്കാൻ നിൽക്കരുത്, പണി മേടിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇത് സംഭവം ബ്ലീച്ചാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ 1300 റുപ്യ പോയി കിട്ടും. അതല്ലാണ്ട് വേറെ ഒരു കുന്തും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും എൻ്റെ 1300 റുപ്യ പോയി കിട്ടി, അത് മാത്രം മിച്ചം. ഓക്കെ, അപ്പോൾ ഇതാരെങ്കിലും മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മേടിച്ച് കാശ് കളയരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത ദുരന്ത പ്രോഡക്റ്റ് കാണിക്കണേക്കാളും മുന്നേ ഒരു യൂസ്ഫുൾ സാധനം, ഒരു ഉപകാരമുള്ള സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു ടെക് റിവ്യൂവർ അല്ല. പക്ഷെ ഇവർ എന്തിനാണ് എനിക്ക് അയച്ചതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും എനിക്ക് നല്ല യൂസ്ഫുൾ സാധനമായിരുന്നു. ഈ ഒരു അഗാരോൻ്റെ ഈ ഒരു നാനോ പവർ ബാങ്ക് കണ്ടോ, ഇത്ര ഉള്ളൂ സാധനം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണ് ഇത്. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണ്, ട്രാവൽ ചെയ്യുകയാണ്, നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ല, പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു സാധനം ഉണ്ടായാൽ മതി. നല്ല യൂസ്ഫുൾ ആണ്, നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്ത് കിട്ടും. അപ്പോൾ എനിക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ അഗാരോൻ്റെ നാനോ പവർ ബാങ്ക് 10,000 mAh. ഇതൊരു 22.5 വാട്ടിൻ്റെ പവർ ഡെലിവറി ഉള്ളൊരു പവർ ബാങ്ക് ആണ്. ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ആണ്. ഇത് കണ്ടോ, ഇതിന് 2 USB എയും സിയും ഔട്ട്പുട്ടും ഉണ്ട്, അതേപോലെ തന്നെ USB-C ഇൻപുട്ടും വരുന്ന ഒരു പവർ ബാങ്ക് ആണ്. ഇതിൻ്റെ സൈസ് കണ്ടോ, വളരെ കോമ്പാക്ട് സൈസാണ്. എൻ്റെ കൈയിൻ്റെ പകുതി സൈസേ ഇതിന് വരുന്നുള്ളൂ. അത്രയും നമുക്ക് കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. വെയിറ്റും ഭയങ്കര കുറവാണ്. പിന്നെ ഇതിൻ്റെ കണ്ടോ, നമുക്കിത് ചാർജ് ചെയ്യണ സമയത്ത് നമ്മുടെ നോർമൽ സി ടൈപ്പ് കേബിൾ വെച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്യണ സമയത്ത് ഇതിന് ഇൻഡിക്കേറ്റർ, ആ ഒരു കണ്ടോ പച്ച ലൈറ്റ്, നമുക്കിത് എത്രത്തോളം കയറുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഗ്രീൻ ലൈറ്റ് ഓൺ ആവും. പിന്നെ നമുക്കത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും എത്രത്തോളം നമ്മൾ കയറുന്നുണ്ടെന്നുള്ളതിന്. പിന്നെ ഇതിന് 1 ഇയർ വാറണ്ടിയും വരുന്നുണ്ട്. എൻ്റെ ഐഫോണിനാണെന്നുണ്ടെങ്കിൽ ഒരു 2 വട്ടം ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 വട്ടം ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ നോർമൽ സ്മാർട്ട് ഫോൺസിനും അതേപോലെ തന്നെ ടാബ്ലറ്റ്സും നമ്മളുടെ ആ ഒരു ഹെഡ്ഫോൺസിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് ക്യാരി ചെയ്യാനൊക്കെ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഇതെന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നോക്കി നോക്കാം. ഓക്കെ, നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ ദുരന്ത ലിസ്റ്റിലുള്ള പ്രൊഡക്റ്റാണ് ഗർ സോപ്പ്. ഇത് ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുക്കാം. ഒരുപാട് പ്രതീക്ഷയോട് മേടിച്ച സാധനമാണ് ഈ സാധനം. ഞാൻ എന്താ പറയുക, സമയമൊക്കെ നോക്കിയിട്ട് മറ്റേ ദിലീപൊക്കെ തേച്ചൊരച്ച് കുളിക്കൂലേ, അതുപോലെ ഞാൻ സമയമൊക്കെ നോക്കി തേച്ചൊരച്ച് കുളിച്ച് തീർത്ത സോപ്പാണ്. 1 അല്ല 2 അല്ല 3 അല്ല 5 സോപ്പാണ് ഞാൻ മേടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട്. ഇനി ഞാൻ തേക്കണേൻ്റെ കുറവാണോ, ഞാൻ മര്യാദയ്ക്ക് യൂസ് ചെയ്യാത്തതിൻ്റെ കുറവാണോ എന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് പ്രതീക്ഷയോട് കൂടി മേടിച്ച സാധനമാണ്. അല്ല, തേച്ചൊരച്ച് കുളിച്ച് തീർത്ത സോപ്പാണ് ഈ ഗർ സോപ്പ്. ഒരു മാറ്റമില്ല. അവർ
പറയുന്ന പോലെ ടാൻ റിമൂവൽ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിലാണ് എനിക്ക് മെയിനായിട്ട് എനിക്ക് ടാനൊക്കെ ഉണ്ടാവുക. നമ്മൾ ഈ 2 വീലറൊക്കെ ഓടിക്കുന്ന സമയത്ത് നന്നായിട്ട് കയ്യിലൊക്കെ ടാൻ ആവുമല്ലോ. ഈ സാധനം പോകാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഖേദമുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് എന്താ പറയുക റിസൾട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ കമൻറ്റ് കണ്ടു. പക്ഷേ എനിക്കറിയില്ല, ഞാനിത് കുറേ കാലം യൂസ് ചെയ്ത് നോക്കിയതാണ്, എനിക്കൊരു കുന്ത് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഖേദമുണ്ട് ഈ സാധനം മേടിച്ചതിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ റിഗ്രറ്റ്. ഓക്കെ, നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സിറം. ഇതെനിക്ക് പ്രൊമോഷന് വേണ്ടി വന്ന പ്രോഡക്റ്റ് ആയിരുന്നു. ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ മുഖം മുഴുവനും നാശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും സെൻസിറ്റീവ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ വേഴ്സാക്കി, നമ്മുടെ ഫേസൊക്കെ ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആക്കി, ഇവിടെയൊക്കെ റെഡിഷായി, അങ്ങനെ ഒരുമാതിരി ഭയങ്കര രീതിയിൽ എനിക്ക് പണി തന്നൊരു സാധനമാണ് ഈ ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സിറം. എന്നിട്ട് ഞാൻ അവർക്ക് കാര്യം പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായി. എന്തായാലും ആ ഒരു പ്രൊമോഷൻ ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം ഇത് ഭയങ്കര രീതിയിൽ നമ്മൾ എന്താ പറയുക, വൈറ്റമിൻ സി സിറം എല്ലാവർക്കും സ്യൂട്ട് ആവില്ല, അതൊരു വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് ഭയങ്കര രീതിയിൽ ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആഴ്ചയിൽ ഒരു 2 വട്ടം അങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് പോലും എനിക്കിത് പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരിക്കലും മറക്കൂല ഈ സാധനം. അപ്പോൾ അത് എനിക്ക് വലിയ രീതിയിൽ റിഗ്രറ്റ് ഉണ്ടാക്കിയൊരു സാധനമായിരുന്നു 2025. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് മെയിനായിട്ടും സ്കിൻ കെയറിൽ വന്നിട്ടുള്ള റിഗ്രറ്റ്സ്. ഇനി നമ്മളുടെ മേക്കപ്പ് പ്രോഡക്ട്സിലേക്ക് കടക്കാം. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ ലോറിയലിൻ്റെ ഈ ഒരു പൗഡർ ഫൗണ്ടേഷൻ ഇതുണ്ടല്ലോ, അവിടുത്തെ പിള്ളേർ എൻ്റെ അടുത്ത് ചേച്ചി വാവ് അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മോട്ടിവേഷനാക്കി കോരിത്തെരിപ്പിച്ച് മേടിച്ചതാണ്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഞാൻ എന്തോ ഒറ്റ ഭൂതം പോലെ ഒരുമാതിരി ഇങ്ങനെ എന്താ പറയുക, എന്തോ സംഭവം അടിച്ചു വെച്ച പോലെ. ആ വെളിച്ചത്തിൽ അത് നല്ല ഭംഗിയായിരുന്നു, നല്ല രസത്തിൽ, നല്ല അടിപൊളിയായിരുന്നു. ആ മഞ്ഞ വെളിച്ചും ഫുള്ള് ലൈറ്റും കാര്യങ്ങളും പിന്നെ പിള്ളേരുടെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കോരിത്തരിച്ച് മേടിച്ചതാണ്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എങ്ങനെ ഇട്ടാലും ഈ സാധനം എന്തോരം നമ്മൾ ഇങ്ങനെ വെച്ചടിച്ച് പൂശി വെച്ച പോലെയുണ്ട്. ഇത് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ പോലത്തെ ഒരു സംഭവം. ഈ പറയുമ്പോൾ എൻ്റെ എക്സാക്ട് സെയിം ഷെയ്ഡൊക്കെ തന്നെയാണ്, പക്ഷേ നമ്മൾ മുഖത്തും ഇട്ടുമ്പോൾ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ പോലെ തോന്നുന്ന ഒരു സാധനമായിരുന്നു. അല്ല, ഇപ്പം നമ്മൾ മാക്കിൻ്റെ ഒക്കെ പൗഡർ കണ്ടിട്ടില്ലേ, നമ്മൾ ആ ഒരു നല്ല നാച്ചുറലായിട്ട് തോന്നും. പക്ഷേ ഈ സാധനം എന്നാലും അതായത് 1200 രൂപ വിലയുണ്ട്, നമ്മൾ ലോക്കൽ സംഭവം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ സാധനമാണ് ഈ ലോറിയലിൻ്റെ സാധനം. അടുത്തതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, സ്റ്റോറി പോയി മേടിച്ചതാണ്. ഈ മേബിലിൻ്റെ ഒരു ഒരു ടിൻറ്റ് വൈറ്റമിൻ സി ഫിറ്റ്. എനിക്ക് പേര് ശരിക്കും ഓർമ്മയില്ല, അതൊക്കെ ഞാൻ കൊടുത്ത് ഒഴിവാക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു സാധനം, ഈ സാധനം ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ ഇടണ സമയത്ത് നമ്മുടെ ഫേസിൽ എക്സാക്റ്റ് സെയിം ഷെയ്ഡാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഓക്സിഡൈസ് ആയിട്ടൊരു ഓറഞ്ച് പോലെയോ മഞ്ഞയോ എന്തൊക്കെ ഒരു കളറാവും നമ്മുടെ ഫേസിലിട്ട്, ഒരു ഗ്രേ പോലെയൊക്കെ ആവും. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഒരു ടിൻറ്റ് പോലത്തെ ഒരു സാധനം. ഇപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനെ അത് കാണാനില്ല. അത് ഭയങ്കര ഒരു സമയത്ത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. പിന്നെ അത് അത്ര ഒരുപാട് എക്സ്പെൻസീവ് അല്ല, എന്നാലും റിഗ്രറ്റ് ഉണ്ടായ ഒരു സാധനമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയിൽ മേടിച്ചിട്ട് സംഭവം പാളിപ്പോയ സാധനമാണ് ഈ മേബിലിൻ്റെ ഈ ഒരു ടിൻറ്റ് പോലത്തെ ഒരു ഫൗണ്ടേഷൻ കം ടിൻറ്റ്. എന്താണ് എക്സാക്റ്റ് ഇങ്ങനെ ഇപ്പോൾ ഫൗണ്ടേഷൻ അല്ല, കുറച്ചൊരു വാട്ടറി ടിൻറ്റ് പോലത്തെ ഒരു സാധനമായിരുന്നു. നല്ലതായിരുന്നു, നമ്മുടെ ഫേസിലൊക്കെ ഇടുന്ന നല്ല ഭംഗിയായിട്ടിരിക്കും. അവിടുത്തെ പിള്ളേരൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പുറത്തിറങ്ങി വീട്ടിലൊക്കെ ഇത് മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഓറഞ്ചും മഞ്ഞൊക്കെ കൂടിയിട്ടുള്ളൊരു കളറ്. അപ്പോൾ അതുകൊണ്ട് അതും പാളിപ്പോയി 2025. ഓക്കെ, അടുത്തത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ചതാണ് ഈ ഡാസ്ലറിൻ്റെ നമ്പർ 22 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. ഈ ഷെയ്ഡ് ഒരുപാട് പേർക്ക് ഞാൻ വീഡിയോയിലൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും. ഈ സാധനം എനിക്കിട്ടിട്ട് എക്സാക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയോ, നമ്മളെ ബിന്ദു പണിക്കര് മറ്റേ സൂത്രധാരൻ പടത്തിൽ അതേ സെയിം പോലെയായിരുന്നു, ഒരു കഞ്ചാവ് പിടിച്ചൊരു ഫീലായിരുന്നു, അതേപോലെയായിരുന്നു. ഈ സംഭവം നമ്മൾ ഇടുമ്പോൾ മാത്രമല്ല, ഇത് തുടച്ചു കഴിഞ്ഞാലും നമ്മൾ അതേപോലെ തന്നെ ഇരിക്കും. നമ്മളുടെ ചുണ്ട് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആക്കുന്ന ഒരു സാധനമായിരുന്നു ഈ സാധനം. ഈ ഡാസ്ലറിൻ്റെ ഈ നമ്പർ 22 ചില്ലറ ഇതൊന്നും ആയിരുന്നില്ല ഇത് പോകാൻ വേണ്ടി ഞാൻ കാട്ടിക്കൂട്ടിയായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇത് മേടിച്ചിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും ഈ സംഭവം നമ്മുടെ ചുണ്ടിൽ നിന്ന് പോണില്ല. ഈ പിഗ്മെന്റഡ് ആക്കി കറുപ്പ് പോലെയാണ് ഇരുന്നേറുന്നത്. എനിക്ക് മൊത്തം ഇങ്ങനെ ഒരു മനസ്സിലായില്ലേ, ഒരു വാമ്പയർ ലുക്കൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. മറ്റേ ബിന്ദു പണിക്കർ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ കോലം തന്നെയായിരുന്നു. അപ്പോൾ എനിക്കത് ഒട്ടും തന്നെ പിടിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ട് ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ചെയ്യുക. അതിന് പിന്നെ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലുള്ളൊരു റിഗ്രറ്റ് ആണെങ്കിലും ഇത് ഉണ്ടാക്കിയ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് നല്ലോണം റിഗ്രറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ എൻ്റെ ചുണ്ടിന്ന് പോവാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതായിരുന്നു അടുത്തത്.
ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ട് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് ഞാൻ പോയി മോളിൽ ടെസ്റ്റ് ചെയ്ത് മേടിച്ചതാണ്. അതായത് ഈ മേബിലിൻ വിനൈൽ ആ റേഞ്ചിൽ വരുന്ന ഒരു ഇറസിസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ്. ഈ സാധനം അവിടുത്തെ ആ മഞ്ഞ വെളിച്ചത്തിലും ആ ഒരു ഫുള്ള് ലൈറ്റിങ്ങിലും ആ പിള്ളേരുടെ ആ ഒരു മോട്ടിവേഷനിലും ഒക്കെ നമ്മൾ ഇട്ട് നോക്കുന്ന സമയത്ത് നമുക്കിത് ചേർന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഒരിക്കലും അത് വിശ്വസിക്കരുത്. നമ്മൾ എപ്പോഴും പോയിട്ട് നാച്ചുറൽ ലൈറ്റിൽ നോക്കുക. ഒരു കണ്ണാടിയിലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷ്റൂമിൽ പോയിട്ട് അവിടുത്തെ ലൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു ഇരുട്ടത്ത് നോർമലായിട്ടുള്ള വെളിച്ചത്തിൽ പോയി നോക്കുക. എന്നിട്ട് ചേരുണ്ടോ നോക്കിയിട്ട് മേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പം അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അതും പാളിപ്പോയി. എനിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എനിക്കിത് ഫുൾ വാഷ് ഔട്ട് ചെയ്ത് ഒരു ഷെയ്ഡാണ് ഈ സാധനം. അപ്പോൾ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. ഇനി ഞാൻ വിശ്വസിക്കില്ല. മോളിൽ പോയി ഞാൻ പിള്ളേരെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ പോലെ. എനിക്ക് നല്ല രീതിയിൽ ഖേദമുണ്ട്. മൊത്തത്തിൽ പാളലായിരുന്നു 2025. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള. ഇനിയും ഉണ്ട്, തപ്പി കഴിഞ്ഞ് ഇനിയും ഉണ്ട്. എനിക്ക് ഇത്ര മെയിനായിട്ടുള്ള വിഷമത്തിൽ, എൻ്റെ ദുഃഖത്തിൽ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഓർക്കുന്നത്. ഇനിയും തപ്പിക്കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ 2025 റിഗ്രറ്റ്സ്. നിങ്ങൾക്ക് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്തായാലും അഗാരോൻ്റെ മറ്റേ ആ ഒരു പവർ ബാങ്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ഉപകാരമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കൂടി കാണാം.